ഇത്ര വർഷം നല്ല ക്രോണിക് ബാച്ചലറായിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ ആരാധന ഏറ്റുവാങ്ങി നടന്ന ഒരാള് ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോ കല്യാണം വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. വെരി ഗുഡ്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞിരുന്നു എന്റെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഞാൻ ഇന്റർവ്യൂകളും പറഞ്ഞിരുന്നു, അന്ന് ആരും വിശ്വസിച്ചില്ല. എന്റെ ഒരു സ്വഭാവ രീതിയും വെച്ചിട്ട് GP ഇയാളെ കല്യാണം കഴിക്കും, GP ഇയാളെ കല്യാണം കഴിക്കും, GP ഇയാളെ കല്യാണം കഴിക്കുന്ന ഞങ്ങൾ വിചാരിച്ചിരുന്നു. കല്യാണത്തിന് മുമ്പുള്ള GP ആണോ കല്യാണത്തിന് ശേഷമുള്ള GP ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് കഴിച്ചത് എന്തിനാ? 25-ാം വയസ്സുള്ള GP അല്ല 30-ാം വയസ്സുള്ള GP. അതുകൊണ്ട് GPക്ക് GP ആയിട്ട് ഒരു കാലത്ത് ഇരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം GP കീപ്സ് ഇവോൾവിംഗ്, കീപ് ഗ്രോയിങ്. ഞാനൊരു സംഭവത്തെ റിസീവ് ചെയ്യുന്നത് വളരെ വലുതായിട്ടാണ്. അപ്പൊ ഞങ്ങൾ പഠിച്ച സ്കൂളിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പോയപ്പോ പൂരത്തിന് ഒരു ആന, ആ ആന ഉണ്ടല്ലോ, ഒരു ആന, അത്രേ ഉള്ളൂ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ലൈഫിൽ അതിനെ പെർസീവ് ചെയ്യാം. പൂരത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ടതിനേക്കാൾ വലുതായിട്ടാണ് ഞാൻ അത് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പൊ എന്റെ ഒരു നെറേറ്റീവ് സ്കിൽസും കൂടെ അതിൽ വരും. ആക്ടർ എന്നുള്ള ഫേസ്, ആങ്കർ എന്നുള്ള ഫേസ്, ഇൻഫ്ലുവൻസർ എന്നുള്ള ഫേസ്, ഇതൊക്കെ മാറ്റി വെച്ചാൽ ഹു ആർ യു? ഇതൊന്നും മാറ്റി വെക്കാൻ തന്നെ ഹു ആർ യു എന്നുള്ള ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ